വന്ദേ മാതരം കുമാരി അനഘ. श्यामला मातरं वन्दे मातरं शुभ्रज्योत्स्ना पुलकितयामिनी वल्लकुसुमित द्रुमदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरं वन्दे मातरं वन्दे मातरं भारत माता की जय. സ്വാഗതം ആശംസിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷിനെ ക്ഷണിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാനതല യോഗങ്ങളാണ് ഇന്ന് രാവിലെ ആരംഭിച്ചത്. അതിലെ സംസ്ഥാന ഭാരവാഹി യോഗം ഇപ്പോൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഏറെ രാഷ്ട്രീയ പ്രസക്തിയുള്ള പ്രാധാന്യമുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഭാവിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ ചടുലവും ക്രിയാത്മകവുമായിട്ടുള്ള ഇടപെടലുകൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ചിത്ര രൂപീകരണവുമാണ് ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും സ്വാഗതം ആശംസിക്കുകയാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ. കേരള രാഷ്ട്രീയത്തിൽ നിയമസഭയ്ക്ക് പുറത്താണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് കാലങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നായകത്വം വഹിക്കുന്ന പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവர்களെ ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു.
2 ദിവസമായി നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ഭാഗ്യവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ദിശാസൂചികയും ആയിട്ട് ഇവിടെ ശ്രീ BL സന്തോഷ് ജി സന്നിഹിതരാണ്. പാർട്ടിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള BL സന്തോഷ് ജി നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സുപരിചിതരാണ്. ദേശീയ സഹസംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കെ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഓരോ പ്രദേശവും ഓരോ പ്രവർത്തകനെയും നേരിട്ടറിയാവുന്ന വ്യക്തിത്വമാണ് ശ്രീ BL സന്തോഷ് ജി. അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി പാർട്ടിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ചുമതല വഹിച്ചുകൊണ്ട് നമുക്ക് മാർഗനിർദ്ദേശം നൽകി വരുന്നു. അദ്ദേഹം ഈ 2 ദിവസവും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നു സംസ്ഥാന ഘടകത്തിന് വേണ്ടി. സംസ്ഥാനത്തിന്റെ പാർട്ടിയുടെ പ്രഭാരി ശ്രീ CP രാധാകൃഷ്ണൻ ജി, അദ്ദേഹത്തിനും ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും അതിനുശേഷവും അദ്ദേഹം പ്രഭാരിയായ ശേഷം കേരളത്തിലെ ഒരു പ്രവർത്തകരെ പോലെ നമ്മളോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തന നിരതരായിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ CPR. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് MP ആയിരുന്നു. തമിഴ്നാട് ഘടകത്തിന്റെ BJP പ്രസിഡന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ കയർ ബോർഡിന്റെ ചെയർമാൻ എന്ന ചുമതല വഹിച്ചിരുന്നു. അങ്ങനെ പ്രവർത്തന മികവിൽ സംഘടനാ തലത്തിലും അതോടൊപ്പം തന്നെ ഭരണപരമായും നിരവധി ചുമതലകൾ വഹിച്ച, അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിയായിരുന്നു എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരണപരവും സംഘടനാ തലത്തിലും ദശാബ്ദങ്ങളുടെ പരിചയ സമ്പത്തുള്ള അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തിന് ഏറെ കരുത്തു പകരുന്നതാണ്. CPR-നെ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകത്തിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വെങ്ങാനൂർ സതീഷ് ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നു. നമ്മുടെ വേദിയിൽ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹം സന്നിഹിതരാണ്. മുൻ MP-യും MLA-യും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്ന ചുമതലയിൽ രാജ്യത്താകമാനം യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ചിന്ത വളർത്തിയെടുക്കുന്നതിന് ഏറെ പ്രേരണാദായകമാണ് ശ്രീ AP അബ്ദുള്ളക്കുട്ടിയുടെ സാന്നിധ്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സംസ്ഥാന ഭാരവാഹി യോഗത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ശ്രീ O. രാജഗോപാൽ, കേരളത്തിന്റെ ആദ്യത്തെ BJP-യുടെ പ്രസിഡന്റ് എന്നത് മുതൽ ഇന്നുവരെ അച്ചടക്കമുള്ള ഒരു സഹപ്രവർത്തകനായിട്ട് നേതാവായിട്ട് ഒക്കെ, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ജനകീയ നേതാവ് എന്ന നിലയിൽ ആദ്യത്തെ BJP-യുടെ MLA ഉൾപ്പെടെയായ ശ്രീ രാജേട്ടനെ ഏറ്റവും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ CK പത്മനാഭൻ, കണ്ണൂരിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം വഹിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ പപ്പേട്ടൻ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം കവരുന്ന നേതാവാണ്. പപ്പേട്ടനെ ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ PK കൃഷ്ണദാസ് ജി, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കണ്ണൂരിൽ തലശ്ശേരിയിൽ നിന്നുള്ള കൃഷ്ണദാസ് ജിയും നമുക്ക് എല്ലാവർക്കും നേരിട്ടറിയാം. അദ്ദേഹം ഇന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സക്രിയനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ ഭാരവാഹി യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ കുമ്മനം രാജേട്ടൻ, മുൻ മിസോറാം ഗവർണറും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ കുമ്മനം രാജേട്ടൻ BJP-യുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, അതുപോലെ തന്നെ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ, ദേശീയ ഭാരവാഹികൾ തുടങ്ങി ഈ ഭാരവാഹി യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും
അനന്തപുരിയിലേക്ക് ഈ ഭാരവാഹി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളെയും ക്രിയാത്മകമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ചാവക്കാട് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഒരു പ്രകോപനവുമില്ലാതെ തീവ്രവാദ ശക്തികളുടെ ആക്രമണത്തിന് വിധേയനായി കൊല ചെയ്യപ്പെടുകയുണ്ടായി. ചാവക്കാട് ബിജു എന്ന് പറയുന്ന നമ്മുടെ ഒരു ബൂത്ത് പ്രസിഡന്റിന്റെ മകനും ഒരു സജീവ BJP RSS പ്രവർത്തകനുമായിട്ടുള്ള ബിജു ആണ് കൊല ചെയ്യപ്പെട്ടത്. മുസ്ലിം തീവ്രവാദ സംഘടനകളും CPM-ഉം ഇതിന്റെ പിന്നിലുണ്ട്. നേരത്തെ CPM-ൽ പ്രവർത്തിച്ച പ്രതികൾ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രതികൾ ഇപ്പോൾ SDPI-യുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. SDPI-യുടെയും CPM-ന്റെയും നേതാക്കളുടെ സഹായത്തോടു കൂടിയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ, ഇന്നേ വരെ ഒരു കേസിലും പ്രതിയായിട്ടില്ലാത്ത ആൾ, ഗൾഫിൽ നിന്ന് ഈ അടുത്ത കാലത്ത് മടങ്ങി വരികയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ചെയ്ത ബിജുവാണ് കൊല ചെയ്യപ്പെട്ടത്. ശവസംസ്കാര ചടങ്ങുകൾക്കും വിലാപയാത്രയ്ക്കും നമ്മുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജേട്ടൻ തന്നെ അവിടെ പോയിരുന്നു. പാർട്ടിയുടെ മുതിർന്ന മറ്റു നേതാക്കളും അവിടെ സന്നിഹിതരായിരുന്നു. അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയത്തിൽ നിരവധി സഹപ്രവർത്തകരാണ് കോട്ടയം ജില്ലയിലും അതുപോലെ പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ നടന്ന ഭീകരമായിട്ടുള്ള പ്രളയം, അതിന്റെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തകര്, നാട്ടിലെ സഹോദരന്മാർ മരിച്ചു, കുടുംബങ്ങൾ മരിച്ചു, വീടുകൾ തകർന്നു, വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി. നമ്മളാവുന്നത്ര സഹായങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രളയത്തിൽ മരിച്ച കുടുംബാംഗങ്ങളും അതുപോലെ ഇന്നലെ കൊല ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയ സഹപ്രവർത്തകന്റെയും ആത്മാവിന് നിത്യശാന്തി നേരാൻ ഒരു നിമിഷം നമ്മളെല്ലാവരും അധ്യക്ഷ പ്രസംഗത്തിന് പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ അവരെ ക്ഷണിച്ചു. ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിലെ വിശിഷ്ട അതിഥിയും നമ്മുടെ അഖില ഭാരതീയ സംഘടനാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ DL സന്തോഷ് ജി, ദീർഘകാലമായി നമ്മുടെ പ്രഭാരിയായിട്ട് പ്രവർത്തിക്കുന്ന ആദരണീയനായിട്ടുള്ള CP രാധാകൃഷ്ണൻ ജി, പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ AP അബ്ദുള്ളക്കുട്ടി അവറുകൾ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ O. രാജഗോപാൽ ജി, കുമ്മനം രാജേട്ടൻ, ശ്രീ CK പത്മനാഭൻ അവറുകൾ, ശ്രീ PK കൃഷ്ണദാസ് അവറുകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളരെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃയോഗം ഇന്നും നാളെയുമായിട്ട് ഇവിടെ ചേരുന്നു. കേരളത്തെ പിടിച്ചു കുലുക്കുന്ന പല സംഭവങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത്. മഹാപ്രളയത്തെ സംബന്ധിച്ചുണ്ടായ ദുരിതത്തെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും അവിടങ്ങളിൽ പോയിട്ടുള്ളത്. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോവുകയാണ് ഗവൺമെന്റ്. ഓരോ വർഷവും പ്രളയം ഉണ്ടാവുകയാണ്, വീടുകൾ തകരുകയാണ്, ആളുകൾ മരിക്കുകയാണ്. പക്ഷെ സർക്കാർ ഒന്നിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. തിരിഞ്ഞു നോക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങൾ ചെന്ന സമയത്താണ് കാണാൻ സാധിച്ചത്, പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും തിരിഞ്ഞു നോക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. മനുഷ്യര് കിടക്കാൻ പായയില്ലാതെ, പുതപ്പില്ലാതെ, മര്യാദയ്ക്കുള്ള ഭക്ഷണമില്ലാതെ, കുളിക്കാൻ സോപ്പില്ലാതെ, കൊച്ചുകുട്ടികൾക്കടക്കം ഉടുക്കാൻ വസ്ത്രങ്ങളില്ലാതെ അവിടെ നിലവിളിക്കുന്ന രംഗങ്ങൾ നാം കണ്ടിരുന്നു. ഉടനെ തന്നെ നാം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ച സമയത്ത് ഈ ജില്ലകളിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും വീട്ടുപകരണങ്ങളും അടക്കം വലിയ സഹായമാണ് കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടി
കേരളത്തിലെ പാർട്ടി പ്രവർത്തകരുടെ സഹായം അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നൽകിയത്. നിരവധി ലോറികളിൽ ഭക്ഷണ സാമഗ്രികളും കുടിവെള്ളവും മരുന്നും വീട്ടുപകരണങ്ങളും പുതപ്പും വസ്ത്രങ്ങളും എല്ലാം അവിടേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ മുഖാന്തരം ഇന്നും അവിടങ്ങളിൽ വിതരണം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ, പ്രത്യേകിച്ച് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ BL സന്തോഷിയെ വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഈ അഭ്യർത്ഥന നമ്മൾ കൊടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ലോറി പുറപ്പെടുകയും നമ്മുടെ പ്രവർത്തകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തു. നാഷണൽ പാർട്ടിയെയും ശ്രീ സന്തോഷിയെയും ഇത് ഇക്കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രളയങ്ങളെല്ലാം ഉണ്ടാവുമ്പോഴും സർക്കാർ ഈ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന ഒരു മഹാൻ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തെ ആകെ തകർക്കുന്ന ഈ വിനാശകരമായ പരിസ്ഥിതി ധ്വംസനത്തിനെതിരായിട്ട് വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ നിലയിൽ പോയാൽ കേരളം തകർന്ന് തരിപ്പണമാകും, പ്രളയത്തിൽ നമ്മൾ ഇല്ലാതാവും. കേരളത്തിന്റെ മലനാടും ഇടനാടും തീരപ്രദേശവും പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മുന്നറിയിപ്പുകൾ അവഗണിച്ചതുകൊണ്ടാണ് കച്ചവട താല്പര്യം, കോറിക്കാരുടെ താല്പര്യം, മണ്ണ് മുതലാളിമാരുടെ താല്പര്യം, പാറമടക്കാരുടെ താല്പര്യമാണ് സർക്കാരിനുള്ളത്. മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം തന്നെ ഇതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രളയത്തെ സംബന്ധിച്ച് അത് നേരിടാൻ BJPയുടെ മുമ്പിൽ നേരത്തെ തന്നെ നാം പറഞ്ഞിരിക്കുന്നു. ഈ ദുരിതത്തിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള പരിഹാരം നമുക്ക് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വികസന സമീപനം കൊണ്ടുവരേണ്ടിയിരിക്കും. മാധവ് ഗാഡ്ഗിലിനെ പരസ്യമായി അപഹസിച്ചവരാണ് ഇവിടെയുള്ളവർ, പരിഹസിച്ചവരാണ് ഇവിടെയുള്ളത്. നിയമസഭാ സമ്മേളനം ചേർന്ന് രണ്ട് മുന്നണികളും ചേർന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ഇല്ലാതാക്കാൻ, മാത്രമല്ല വ്യക്തിപരമായിട്ട് പോലും ആക്ഷേപിക്കുന്ന നിലയിലേക്ക് നമ്മുടെ നിയമസഭയെ അടക്കം അവർ ഉപയോഗപ്പെടുത്തുകയുണ്ട്. അതിന്റെ ദുരന്തമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഈ ദുരന്തത്തിൽ നിന്ന് മോചനം നേടാൻ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ഫലപ്രദമായ ശുപാർശകൾ നടപ്പാക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാവണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരള ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനും ആവശ്യപ്പെടാനുമുള്ളത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഒരു താല്പര്യവും സർക്കാരിനില്ല. ഇവിടെ പ്രളയ ദുരിതം ഉണ്ടായാലും സാധാരണക്കാർ കഷ്ടപ്പെട്ടാലും ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായാലൊന്നും ഗവൺമെന്റ് ഓടിയെത്തുന്നില്ല എവിടെയും. പക്ഷെ ഗവൺമെന്റ് ചില സ്ഥലങ്ങളിൽ വേഗം ഓടിയെത്തുകയാണ്. ഇരട്ടി സ്പീഡിലാണ് കാര്യങ്ങൾ, ഫയലുകൾ നീങ്ങുന്നത്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഫയലുകൾ മാസങ്ങൾ കഴിഞ്ഞാലും നീങ്ങാത്ത കേരളത്തിൽ കേരളത്തിന്റെ ഫയൽ ഇരട്ടി വേഗതയിലാണ് നീങ്ങുന്നത്. സിൽവർ ലൈൻ കൊണ്ടുവരുമെന്നാണ്. ഭൂമി ഏറ്റെടുക്കലൊക്കെ തുടങ്ങി കഴിഞ്ഞു. പിണറായി വിജയൻ സർക്കാർ മറ്റൊന്നിലും കാണിക്കാത്ത താല്പര്യമാണ് കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനതാല്പര്യമല്ല. അഹമ്മദാബാദ്, മുംബൈ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ ആളുകളെ സ്വപ്നം കാണിക്കുകയാണ്. അവിടെയൊക്കെ ഉള്ളത് ഇച്ഛാശക്തിയുള്ള സർക്കാരാണ്. ഇതുപോലത്തെ തട്ടിപ്പ് സംഘങ്ങളല്ല. ഇവിടെ ജനതാല്പര്യമല്ല കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയിലുള്ളത്. വ്യക്തമായിട്ടുള്ള അഴിമതി ആണ് ഈ പദ്ധതിയുടെ പിന്നിലുള്ളത്. 10,000 കോടി രൂപയുടെ കൊള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിന് ആവശ്യമില്ലാത്ത, കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോഗ്യമല്ലാത്ത, കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു പദ്ധതിയുമായിട്ട് ഈ സർക്കാർ പോകുന്നത്. അവസാനിപ്പിക്കണം. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയുള്ള നീക്കത്തിൽ നിന്ന് പിണറായി വിജയൻ സർക്കാർ പിന്മാറണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ബഹുമാന്യനായ E. ശ്രീധരൻജി പറഞ്ഞിരിക്കുന്നു, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ ഓടുകയില്ല, നിങ്ങൾക്ക് എക്കണോമിക്കലി വയബിൾ അല്ല, ഇതിനാവശ്യമായ യാത്രക്കാരെ കിട്ടില്ല. കേരളം മുഴുവൻ വെട്ടിമുറിച്ച് രണ്ടാക്കി നിലവിലുള്ള പാരിസ്ഥിതിക ആഘാതം ഇരട്ടിയാക്കുന്ന വിനാശകരമായ പദ്ധതിയാണ് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി. കടമെടുക്കുന്നതാണ് പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ്. റെയിൽവേ മന്ത്രി ചോദിച്ചു, എവിടുന്ന നിങ്ങൾ കടമെടുക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്നു. ആരാണ് ഈട് നിൽക്കുന്നത്? അതിന് മോദി സർക്കാർ ഈട് നിൽക്കണം. കടം നിങ്ങൾ എടുക്കുന്നു, കൺസൾട്ടൻസിയും അഴിമതിയുമായി നിങ്ങൾ സഹസ്രകോടിക്കണക്കിന് കൊള്ളയടിക്കുന്നു, അതിന് മോദി സർക്കാർ ഈട് നിൽക്കണമെന്നാണ് പറയുന്നത്. മിസ്റ്റർ പിണറായി വിജയൻ
ആ മോഹം നടപ്പില്ല എന്നുള്ള കാര്യം ഒന്നുകൂടി ആവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം തയ്യാറാവുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന് ഇന്ത്യ രാജ്യത്തെ ഈടുവെച്ച് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹസ്രകോടിക്കണക്കിന് രൂപ കടമെടുക്കാൻ സാധിക്കുകയില്ല. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായിട്ടുള്ള സാധാരണക്കാരുടെ ജനകീയ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി സമ്പൂർണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും കേരളയിൽ വിരുദ്ധ സമരത്തിൽ സജീവമായി പങ്കെടുക്കാൻ എല്ലാ പാർട്ടി പ്രവർത്തകരോടും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ സമരങ്ങളിലും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ നമ്മുടെ പ്രവർത്തകന്മാർക്ക് സാധിക്കണമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിരവധി വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സംസ്ഥാന നേതൃയോഗം കേരളത്തിലെ മൂർത്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നുള്ളൂ. ശബരിമലയുടെ പേരിലുള്ള വിവാദം വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം നവംബർ മാസത്തിൽ 17-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് തത്വത്തിൽ 25,000 തീർത്ഥാടകരെ ഒരു ദിവസം അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമല സന്നിധാനത്ത് വരുന്നത് ഇന്നത്തെ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. 25,000 എന്നുള്ള സംഖ്യ നിജപ്പെടുത്തിയത് പൂർണ്ണമായിട്ടും യോജിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, 25,000 ഭക്തജനങ്ങളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ വെർച്വൽ ക്യൂ? 25,000 ആളുകളെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും സഹായത്തോടു കൂടി കൃത്യമായ പരിശോധനകൾ നടത്തി സമയം നിശ്ചയിച്ച് ആളുകളെ നേരിട്ടവിടെ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ലേ? എന്തിനാ ഭക്തജനങ്ങളെ ഇത്രയധികം പീഡിപ്പിക്കുന്നത്? ഇപ്പോഴത്തെ വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് മര്യാദക്കാർക്കും അവിടെ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർക്ക് ഒരു സമയം വൈകി പോയാൽ പിന്നെ അവരുടെ വന്നത് അവിടുന്ന് ഇത്രയും ദൂരം ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയിലേക്ക് വന്നത് വൃഥാവിലായി. ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ വെർച്വൽ ക്യൂ. 25,000 തീർത്ഥാടകരെ സുഗമമായിട്ട് നമ്മള് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഒരു ദിവസം ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് പരിചയമുള്ള സംവിധാനമാണ് ശബരിമലയിലുള്ളത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളത്. പമ്പയിലോ അല്ലെങ്കിൽ നിലയ്ക്കലിലോ വ്യക്തമായ സംവിധാനം ഉണ്ടാക്കി ഭക്തന്മാരെ തടഞ്ഞ് അവരുടെ RT-PCR അതുപോലുള്ള പരിശോധനകളും എല്ലാം പൂർത്തിയാക്കി സമയം നിശ്ചയിച്ച് സ്ക്വാഡായി ശബരിമലയിലേക്ക് അയച്ചാൽ തീർച്ചയായിട്ടും 25,000 ഭക്തജനങ്ങളെ ഇന്നത്തെ സാഹചര്യത്തിൽ സുഗമമായിട്ട് ദേവസ്വം ബോർഡിനും പോലീസിനും ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കാനുള്ളത് വെർച്വൽ ക്യൂ സമ്പ്രദായം അവസാനിപ്പിക്കുക. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 2 തവണയാണ് സംസ്ഥാന ഗവൺമെന്റിനോട് ശക്തമായിട്ടുള്ള ഭാഷയിൽ ആര് പറഞ്ഞിട്ടാണ് ഈ വെർച്വൽ ക്യൂ നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഇല്ലാതെ ഇത്തരം വിഡ്ഢിത്തങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ കാര്യം ഗവൺമെന്റ് മുഖവിലക്കെടുക്കണം. വെർച്വൽ ക്യൂ അവസാനിപ്പിക്കണം. നേരായ വഴിയിൽ ആളുകൾക്ക്, ഭക്തജനങ്ങൾക്ക് മറ്റു പഴയ സംവിധാനത്തിൽ ശബരിമല ദർശനം നടത്താനുള്ള അവസരം ചെയ്തു കൊടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ നേതൃയോഗം നിരവധി കേരളത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ച്, സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സംഘടനാപരമായിട്ടുള്ള ഒട്ടേറെ വികാസത്തിൻ്റെതായിട്ടുള്ള സംഘടനയെ കൂടുതൽ ജനങ്ങളിലേക്കും സാമൂഹ്യമായിട്ട് അതിന്റെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിരവധി ക്രിയേറ്റീവ് ആയിട്ടുള്ള പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 സബ് കമ്മിറ്റികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് 4 ജനറൽ സെക്രട്ടറിമാരും ഒരു ഉപാധ്യക്ഷനും കേരളത്തിലെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് ഒരു പ്രവർത്തകനെയും നേരിട്ട് കണ്ട് 12,697 പ്രവർത്തകരെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടി അതിൽ നിന്ന് 5,000-6,000 പ്രവർത്തകര് രേഖാമൂലം പാർട്ടി വരുത്തേണ്ട മാറ്റങ്ങൾ, ഓരോ ഘടകങ്ങളിലും ഉണ്ടാവേണ്ട പ്രവർത്തനത്തെ സംബന്ധിച്ച്, നമ്മുടെ പോരായ്മകളെ സംബന്ധിച്ച്, നാം നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച്, നാം അനിവാര്യമായി വരുത്തേണ്ട തിരുത്തലുകളെ സംബന്ധിച്ച് എല്ലാം വിശദമായിട്ട് നാം ഹൈക്കമാൻഡിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളിൽ നിന്നോ അഭിപ്രായം തേടുക മാത്രമല്ല, നമ്മുടെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള അടിസ്ഥാന കാര്യകർത്താക്കന്മാരെ, ബൂത്തുകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകന്റെയും അഭിപ്രായങ്ങൾ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ട്
അത് മുഴുവൻ രേഖപ്പെടുത്തി. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ അത് മുഴുവൻ പരിശോധിച്ച് അവര് പറഞ്ഞ നിർദ്ദേശങ്ങളും അവര് പറഞ്ഞ ഉപദേശങ്ങളും കൃത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തന ശൈലിയിൽ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള കരട് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ ഭാരവാഹി യോഗം ആരംഭിക്കാൻ പോകുന്നത്. സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗത്തിലും അതിനുശേഷം ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിലുമെല്ലാം വിശദമായി ചർച്ച ചെയ്ത ആ കരട് നിങ്ങളുടെ മുമ്പിൽ ഇന്നും നാളെയുമായിട്ട് അവതരിപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ബൂത്തുകളിൽ നടത്തേണ്ട പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് പ്രഭാരിമാര് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് എല്ലാം വിശദമായിട്ട് ഈ മാധ്യമങ്ങളിൽ കാണുന്ന ഈ ചപ്പടാച്ചി വർത്തമാനങ്ങളല്ല, മറിച്ച് പാർട്ടി ക്രിയാത്മകമായിട്ടുള്ള ഒരു മാർഗരേഖയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, എഴുതി അവർ നശിക്കട്ടെ, അവര് ഇതാവട്ടെ. BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം വിഭജിക്കുകയാണ്. നമ്മുടെ 2 മണ്ഡലങ്ങളായി ചുരുക്കുകയാണ്. ഓരോ ബൂത്തിലും നമ്മുടെ പ്രവർത്തനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചുമതലകൾ ക്രമീകരിക്കുകയാണ്. നമ്മൾ പഠന ശിബിരങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നടത്തി ഒരു വിശദമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ്. വരുന്ന 2-3 വർഷത്തേക്കുള്ള പ്രവർത്തനത്തിനുള്ള അടിസ്ഥാന രൂപരേഖ തയ്യാറാക്കിയാണ് സുഹൃത്തുക്കളെ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സന്തോഷിയുടെ സാന്നിധ്യത്തിൽ അതുപോലെ പ്രഭാരി CPRന്റെ സാന്നിധ്യത്തിൽ നമ്മളത് മുഴുവൻ ദിവസവും 2 ദിവസവും ചർച്ച ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ആ മുഴുവൻ സമയവും നിങ്ങളുടെ ശ്രദ്ധയും ചർച്ചകളും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി പാർട്ടിയുടെ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന പ്രഭാരി ശ്രീ CP രാധാകൃഷ്ണൻജിയെ ക്ഷണിച്ചുകൊള്ളു. സർവശക്തിയെയും തന്നകത്തെ കൊണ്ടിരിக்கின்ற ഭാരത അമ്മയുടെ പൊற்பாதங்களை നമസ്കരിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. We are meeting in person. We have met so many times through video conference. We met individually so many times, but this is the first time we are meeting together after defeat. We need not worry about the defeat. Why? There is only one single reason, that we always work for the upliftment of the downtrodden of this nation as a whole. There is no other single agenda in our mind. But with that such a very good philosophy in mind, it is our unfortunate we got defeated in Kerala and in Tamil Nadu also. So this time we have to take an oath that we have to defeat LDF and UDF. For that we have to start with one thing. My humble request to you is that because of the communist foothold is so strong in Kerala for decades, not 1 year, 2 year. It starts from Namboodiripad and it is continuing with Pinarayi Vijayan. But their achievement is zero, but they are in power. You just saw one single industrial complex, both Pinarayi Vijayan and Narendra Modi ji has opened in Cochin, where more than 5,000 crores got invested, and it is giving lot of employment opportunity, lot of business opportunities for the small and big entrepreneurs of Kerala. You show me one. How many medical colleges these people have started from EMS days to Pinarayi Vijayan days? That is E.K. Naina, Rakshivamenan, Rachudanandan.
You can take anybody. They talk nicely. That will come out in the press very nicely. Even if we talk nicely, that will not come out that nicely in the press. That is different. We should not worry about all those things, whether it is a defeat or success. We should work and work and work. Why Kerala is little different? It is only simply because you have to fight against two political opponents, Congress-led UDF and CPM-led LDF. Both are these two sides of the same coin, but they are contesting against each other in Kerala. What about after Kalekavalai or after Palakkad? Both of them are in an alliance. Even in Delhi, they are together. Why we are not able to expose this to the people of Kerala? That is the biggest task before us. I will tell you one thing. If you want to defeat CPM, first we have to defeat the communist mindset of our people. Why I am telling this? I got somehow or other I am connected with Kerala for so long. When I got elected as the first time as an MP from Coimbatore, my first MP delegation, I came to Kerala only. At that time our CKP was the president of our party. I came with him to see the atrocities of the CPM in Talaksheri. In one house, they entered and cut the neck of our worker, Karyakarta. The blood was so much, very nearer to the door, and it was dried up. When we came, it was 3-4 days. By the time it got dried up, but still it was highly visible. There is no single state which has sacrificed so many Karyakartas for BJP for its national cause. It is Kerala. It is Kerala. We have to take an oath inside. This time, I will start working from today, this minute, this second, that we will be defeating both UDF and LDF. That is our only ultimate aim. For that, what we need, as I told you, we have to defeat the first communist mindset of the people. When I became the chairman of the CAIR board, I spent nearly 3 years, almost a full-time job in Cochin only. When I met the CAIR board entrepreneurs, big exporters, were doing nearly 300 crores, 350 crores, 500 crores also. When I said this export has to be doubled in 3 years' time, no single exporter has taken my word as it is. Even one exporter came out and told, I appreciate the positiveness of our chairman, but practically it is not possible. At the time it was only 1,263 crores exports. From 1954 till 2016. Within the 3 years when I left as the chairman of CAIR board, the CAIR product exports from India has gone up to 2,676 crores, more than double. Then when I left the
just before leaving the job of Kaya Board Chairman to contest from Coimbatore again, I said the Modi ji government has made an infrastructure for booming the exports of Kaya products. These Kaya products will touch 20,000 crores exports within another 10 years. Everyone was laughing at me, but you take it from me, today export has already reached 3,700 crores. So why I am telling this, they are creating a mindset. That is the success story of communists. It cannot be done. It cannot be done better than us. That they are repeatedly telling everywhere, including to our press people. That is getting printed every day. That is being read by our people every day. So automatically it goes in the minds of the people. Otherwise, you just see in the whole history of Kerala, Swarna Kadathal has been neglected by the voters for the first time. Such a big scandal has been neglected by the Kerala voters for the first time. Before that, any single corruption charge against Congress government or CPM government, that means that government goes out. Whether we are winning or not, that is different thing, but it goes out. This is the political scenario of Kerala today. And as I said in my so many meetings during the election also, that Kerala is slowly losing its charm. Not because of anything else, two things. Islamic terrorism is growing. More dangerous than that is the grip of the narcotic mafia is getting strengthened every day over the political forces as well as the police forces. A day is going to come, we cannot control our children. That should not happen to Kerala. For that, we must defeat these anti-nationals in the Kerala. BJP winning is nation winning. BJP winning is national spirit is winning. That should be the spirit of us. For that, we have to work. After me, our Santoji is going to give a lot of guidelines to us. I am sure the unexpected sacrifices can never go as a failure. So many people today also, we lost one of our good Karyakarta. For what? He is an anti-national. He is against the society. He is corrupt. He is arrogant. He is doing atrocities against this woman. No. He fought for the nation. He fought as a patriotic. For that he get killed. So my humble request to you all is one. People are looking for a change. Unless we prove our winnability, winning is never possible. For election, you need only one thing. You have to prove that you are going to win. If that is proved, either you are going to be the number one or you are going to be the number two. We must have confidence in us. My vote, my supporters vote, my street vote, my home vote. Will this time go for only one party? That is BJP or BJP headed NDA. That should be our only faith, that should be our only vision. Without a political success, bringing a big change in the society is never possible. Only one more thing I want to add. Everybody said Modi ji is against Christian. Everybody said Modi ji is against Islam.
BJP is against Islam, BJP is against Christianity. They said, the communists said in so many elections, if you vote for BJP, you have to go only in the placard, you can never ride a Moffat even. In UAE today, we got a Hindu temple. Free flow of petrol is coming. Free flow of cooking gas is coming. That's why Modi ji is able to give 8.5, more than 8.5 crore women is getting LPG, free LPG connection. Not only macro economy has been taken care by the Modi ji, today the growth of exports is immense. At the same time, whatever the wealth being created in the national economical growth, that has to be properly distributed to the benefit of the downtrodden. That's why we are against what do you call in Malayalam, Gandoti? Meter interest. What do you call Gandoti? See, if you get 100 rupees today, you have to give compound interest. Blade. That is, if you give 100 rupees, na, every week you have to give 10 rupees, 55. They will take 10 rupees. Blade. Huh? We want, Modi ji is taking care of that. Every street vendor is getting a bank loan. Who? A Prime Minister seeing the macro economy as well as the micro benefits to the downtrodden, that is Modi ji. In my opinion, I will tell you very clearly, he is the real socialist and he should get strengthened to take care of the poor and the nation. And my humble request to you, by touching your feet, I request you only one thing. See and do everything for getting a political victory in Kerala. Whatever you feel, that should be towards that. Thank you so much. Nandri, namaskar. നമ്മുടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി. നമ്മുടെ ഈ ഉദ്ഘാടന സെഷൻ